സംസ്ഥാനത്തിന്റെ സാമൂഹ്യ സുരക്ഷാ രംഗത്ത് വലിയ മാറ്റങ്ങൾക്ക് തുടക്കമാകുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ പലരും ഉയർത്തുന്നത്. വർഷങ്ങളായി കുടുംബത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ജീവിക്കുന്ന ലക്ഷക്കണക്കിന് സ്ത്രീകൾ കേരളത്തിലുണ്ട്. വീട്ടുജോലികൾ, കുട്ടികളുടെ വിദ്യാഭ്യാസം, വയോധികരായ മാതാപിതാക്കളുടെ പരിപാലനം, കുടുംബ ചിലവുകൾ എന്നിവ കൈകാര്യം ചെയ്യുമ്പോൾ പല സ്ത്രീകൾക്കും സ്വന്തമായി ഒരു വരുമാനം പോലും ഇല്ലാത്ത അവസ്ഥയാണ്. ഈ സാഹചര്യത്തിലാണ് സ്ത്രീകൾക്കായി പ്രത്യേക പെൻഷൻ പദ്ധതി വേണമെന്ന ആവശ്യം ശക്തമായത്. സ്ത്രീ സുരക്ഷാ പെൻഷൻ എന്ന ആശയം സാധാരണ സാമ്പത്തിക സഹായം മാത്രമല്ല, സ്ത്രീകൾക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യവും ആത്മവിശ്വാസവും നൽകുന്ന പദ്ധതിയായി കണക്കാക്കപ്പെടുന്നു. വീട്ടമ്മമാർ, വിധവകൾ, ഒറ്റയ്ക്ക് കഴിയുന്ന സ്ത്രീകൾ, ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകൾ, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ സ്ത്രീകൾ എന്നിവർക്ക് മാസാന്തരം ഒരു നിശ്ചിത തുക നൽകുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമെന്ന് പറയപ്പെടുന്നു. കേരളത്തിലെ നിരവധി സ്ത്രീകൾ ഭർത്താവിന്റെ വരുമാനം മാത്രം ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. ചില സ്ത്രീകൾ ദിവസവേതന ജോലികൾ ചെയ്താണ് കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പലർക്കും ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ജോലി ചെയ്യാനും കഴിയുന്നില്ല. ഇത്തരത്തിൽ ജീവിതം മുന്നോട്ട് നയിക്കാൻ പ്രയാസപ്പെടുന്ന സ്ത്രീകൾക്ക് പ്രതിമാസ സഹായം ലഭിക്കുകയാണെങ്കിൽ അത് വലിയ ആശ്വാസമാകും. ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രചരിക്കുന്ന വാർത്തകളിൽ ഒന്നാണ് സ്ത്രീകൾക്ക് പ്രത്യേക മാസാന്തര ധനസഹായം ലഭിക്കുമെന്നത്. ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾ വന്നിട്ടില്ലെങ്കിലും ഇത്തരം വാർത്തകൾ ജനങ്ങളിൽ വലിയ പ്രതീക്ഷയാണ് സൃഷ്ടിക്കുന്നത്. സ്ത്രീകൾക്കുള്ള സുരക്ഷാ പദ്ധതികളും പുതിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ. രാത്രി സമയങ്ങളിൽ സ്ത്രീകൾക്ക് സുരക്ഷിത യാത്ര ഉറപ്പാക്കാൻ പ്രത്യേക പോലീസ് പെട്രോളിംഗ്, വനിതാ ഹെൽപ്പ് സെന്ററുകൾ, അടിയന്തര സഹായ നമ്പറുകൾ, സ്ത്രീകൾക്കായുള്ള ഫാസ്റ്റ് ടാഗ് നിയമസഹായം എന്നിവ ശക്തമാക്കാനുള്ള സാധ്യതകളെക്കുറിച്ചും ചർച്ചകൾ നടക്കുന്നു. കേരളത്തിലെ വിദ്യാർത്ഥിനികൾക്കായി 1000 രൂപ സ്കോളർഷിപ്പ് പദ്ധതി ആരംഭിക്കുമെന്ന വാർത്തയും വലിയ ശ്രദ്ധ നേടുകയാണ്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ പെൺകുട്ടികൾക്ക് പഠനം തുടരാൻ സഹായം നൽകുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമെന്ന് വിലയിരുത്തപ്പെടുന്നു. ഗ്രാമപ്രദേശങ്ങളിലെ നിരവധി കുട്ടികൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം പഠനം നിർത്തേണ്ടി വരുന്ന സാഹചര്യം ഇന്നും നിലനിൽക്കുന്നു. പല കുടുംബങ്ങളിലും ആദ്യം പഠനം നിർത്തേണ്ടി വരുന്നത് പെൺകുട്ടികൾക്കാണ്. കുടുംബ ചെലവുകൾ, സാമ്പത്തിക പ്രതിസന്ധി, യാത്രാ ചെലവ്, പഠനോപകരണങ്ങളുടെ വില, ട്യൂഷൻ ഫീസ് എന്നിവ കാരണം നിരവധി വിദ്യാർത്ഥിനികൾ പഠനം ഉപേക്ഷിക്കുന്നു. ഇത്തരത്തിൽ ഓരോ മാസവും 1000 രൂപ സഹായം ലഭിക്കുകയാണെങ്കിൽ അത് നിരവധി കുടുംബങ്ങൾക്ക് വലിയ പിന്തുണയാകും. ഈ സ്കോളർഷിപ്പ് പദ്ധതി സ്കൂൾ വിദ്യാർത്ഥിനികൾക്കും കോളേജ് വിദ്യാർത്ഥിനികൾക്കും ഒരുപോലെ ലഭിക്കുമെന്ന ചോദ്യം ഉയരുന്നുണ്ട്. ചില റിപ്പോർട്ടുകൾ പ്രകാരം സർക്കാർ സ്കൂളുകളിലും സർക്കാർ സഹായം ലഭിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുമുള്ള വിദ്യാർത്ഥിനികൾക്ക് മുൻഗണന ലഭിക്കുമെന്നാണ് പറയപ്പെടുന്നത്. വിദ്യാഭ്യാസ രംഗത്ത് പെൺകുട്ടികൾ കൂടുതൽ മുന്നോട്ട് വരണമെന്ന് സർക്കാർ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇത്തരം പദ്ധതികൾ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും. ഗ്രാമപ്രദേശങ്ങളിൽ പഠിക്കുന്ന നിരവധി കുട്ടികൾക്ക് ഒരു ചെറിയ ധനസഹായം പോലും വലിയ പ്രചോദനമാകാറുണ്ട്. പുസ്തകങ്ങൾ വാങ്ങാനും ബസ് യാത്രയ്ക്കും പരീക്ഷ ഫീസിനും യൂണിഫോമിനും മൊബൈൽ റീചാർജിനും വരെ ഈ തുക സഹായകരമാകും. സ്ത്രീകൾക്കായുള്ള സ്വയം തൊഴിൽ പദ്ധതികളും പുതിയ സർക്കാർ പരിഗണിക്കുമെന്നാണ് പ്രതീക്ഷ. ചെറിയ ബിസിനസ്സുകൾ ആരംഭിക്കാൻ പലിശരഹിത വായ്പകൾ, കുടുംബശ്രീ യൂണിറ്റുകൾക്ക് അധിക സഹായം, വീട്ടമ്മമാർക്ക് ഓൺലൈൻ ജോലി പരിശീലനം, ഭക്ഷ്യ ഉൽപാദന നിർമ്മാണ യൂണിറ്റുകൾ, കൈത്തൊഴിൽ മേഖലകളിൽ പ്രത്യേക ധനസഹായം എന്നിവയും ചർച്ചയിലുണ്ട്. ഇന്നത്തെ കേരളത്തിലെ സ്ത്രീകളുടെ സുരക്ഷ എന്ന വിഷയം വലിയ സാമൂഹിക ചർച്ചയായി മാറിയിരിക്കുകയാണ്. പൊതുസ്ഥലങ്ങളിൽ സ്ത്രീകൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ, സൈബർ ആക്രമണങ്ങൾ, കുടുംബാതിക്രമങ്ങൾ, ജോലി സ്ഥലങ്ങളിലെ പ്രശ്നങ്ങൾ എന്നിവയെ നേരിടാൻ ശക്തമായ നിയമസംരക്ഷണവും അതിവേഗ നടപടികളും ആവശ്യമെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നു. സ്ത്രീകൾക്ക് സുരക്ഷിതമായ ഒരു കേരളം സൃഷ്ടിക്കണമെങ്കിൽ നിയമപരമായ മാറ്റങ്ങൾ മാത്രമല്ല, സാമൂഹ്യ ബോധവൽക്കരണം അനിവാര്യമാണ്. സ്കൂളുകളിലും കോളേജുകളിലും സ്ത്രീ സുരക്ഷാ ബോധവൽക്കരണ ക്ലാസുകൾ, സ്വയം രക്ഷാ പരിശീലനങ്ങൾ, ഓൺലൈൻ തട്ടിപ്പുകളെക്കുറിച്ചുള്ള അവബോധ പരിപാടികൾ എന്നിവയും കൂടുതൽ ശക്തമാക്കേണ്ടതുണ്ട്. പല കുടുംബങ്ങളിലും സ്ത്രീകൾക്കും ഇന്ന് സാമ്പത്തിക തീരുമാനങ്ങൾ പങ്കെടുക്കുന്നില്ല. സ്ത്രീകൾക്ക് സ്വന്തം ബാങ്ക് അക്കൗണ്ടിലൂടെ നേരിട്ട് ധനസഹായം ലഭിക്കുന്ന രീതിയിലേക്ക് സർക്കാർ മാറുകയാണെങ്കിൽ അത് വലിയ സാമൂഹിക മാറ്റത്തിന് കാരണമാകും. സ്ത്രീകളുടെ ആത്മവിശ്വാസവും കുടുംബത്തിലെ തീരുമാനാധികാരവും വർദ്ധിക്കാൻ ഇത് സഹായകമാകും. വിദ്യാർത്ഥിനികൾക്ക് 1000 രൂപ സ്കോളർഷിപ്പ് ലഭിക്കുന്നതോടെ ഉയർന്ന വിദ്യാഭ്യാസ രംഗത്തും വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത്. നിരവധി കുട്ടികൾക്ക് കോളേജ് പഠനം പൂർത്തിയാക്കാൻ ഇത് സഹായകരമാകും. പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിലെ പെൺകുട്ടികൾക്ക് പഠനം തുടരാൻ ഈ സഹായം വലിയ പ്രചോദനമാകും. ചില കുടുംബങ്ങളിൽ പഠനത്തിനായി ഒരു മൊബൈൽ ഫോൺ പോലും വാങ്ങാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ഓൺലൈൻ ക്ലാസുകൾ, ഡിജിറ്റൽ പഠനം, പരീക്ഷാ തയ്യാറെടുപ്പുകൾ എന്നിവയ്ക്കായി ഇന്ന് മൊബൈൽ ഫോൺ നിർബന്ധമായ സാഹചര്യമാണ്. സ്കോളർഷിപ്പ് തുക ഉപയോഗിച്ച് വിദ്യാർത്ഥിനികൾക്ക് പഠനാവശ്യം നിറവേറ്റാൻ കഴിയും. സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും വേണ്ടി സർക്കാർ പ്രഖ്യാപിക്കാനിടയുള്ള പുതിയ പദ്ധതികൾ കേരളത്തിന്റെ സാമൂഹിക രംഗത്ത് വലിയ മാറ്റങ്ങൾക്ക് കാരണമാകുമെന്ന് പ്രതീക്ഷ.
എന്നാൽ ഈ പദ്ധതികൾ സമയബന്ധിതമായി നടപ്പിലാക്കുകയും അർഹരായവരിലേക്ക് കൃത്യമായി എത്തിക്കുകയും ചെയ്യുന്നത് അത്യന്താപേക്ഷിതമാണ്. കേരളത്തിലെ ജനങ്ങൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത് ഔദ്യോഗിക പ്രഖ്യാപനങ്ങളാണ്. സ്ത്രീ സുരക്ഷാ പെൻഷൻ, 1000 രൂപ സ്കോളർഷിപ്പ്, സ്ത്രീക്ഷേമ പദ്ധതികൾ എന്നിവ യാഥാർത്ഥ്യമാകുമോ എന്നതാണ് എല്ലാവരും ശ്രദ്ധിക്കുന്നത്. ഈ പദ്ധതികൾ നടപ്പിലാക്കുകയാണെങ്കിൽ സംസ്ഥാനത്തെ സ്ത്രീകളുടെ ജീവിത നിലവാരത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സാമ്പത്തിക സുരക്ഷ, വിദ്യാഭ്യാസ മുന്നേറ്റം, കുടുംബസുരക്ഷ, സാമൂഹിക ആത്മവിശ്വാസം എന്നിവയിൽ സ്ത്രീകൾ കൂടുതൽ ശക്തരാകാൻ ഇത് സഹായിക്കും. അടുത്ത ദിവസങ്ങളിൽ സർക്കാരിന്റെ പുതിയ പ്രഖ്യാപനങ്ങൾ വന്നാൽ കേരള രാഷ്ട്രീയത്തിലും സാമൂഹിക രംഗത്തും വലിയ ചർച്ചകൾക്ക് വഴിയൊരുങ്ങും. സ്ത്രീകൾക്കും വിദ്യാർത്ഥികൾക്കും വേണ്ടി പ്രഖ്യാപിക്കപ്പെടുന്ന ഓരോ പദ്ധതിയും സംസ്ഥാനത്തിന്റെ ഭാവിയെ സ്വാധീനിക്കുന്ന നിർണായക തീരുമാനങ്ങളായി മാറാൻ സാധ്യതയുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ് അത് വീഡിയോയിലൂടെ ഷെയർ ചെയ്തിട്ടുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. കൂടാതെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്ത് സപ്പോർട്ടും തരാം. ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. നെക്സ്റ്റ് ഒരു അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.